ദാസേട്ടൻ ആദ്യമൊക്കെ ദാസേട്ടന് അഭിനയമോഹമായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴും ദാസേട്ടന് അഭിനയിക്കാനുള്ള ഇതുണ്ടെങ്കിലും ഇപ്പൊ കുറച്ച് കോണ്ടാക്ട്സ് അധികം ഉണ്ട്. ആദ്യമൊന്നും അതില്ലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ടോ, അല്ലെങ്കിൽ ഇന്ന വേഷം തരാം, ഇന്ന എത്ര പൈസ തന്നാൽ നമുക്ക് സെറ്റാക്കാൻ ദാസേട്ടാ, അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും. അതായത് തുടക്ക സമയത്ത് ധാരാളം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ സംവിധായകനാണ്, ഇന്ന ആളാണ്, നിർമ്മാതാവാണ്. അല്ല, നിർമ്മാതാവ് വിളിച്ചിട്ടില്ല, നിർമ്മാതാവ് വിളിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സംവിധായകനാണ്, ക്യാമറമാനാണ്, നിങ്ങൾക്ക് നല്ല റോള് പറഞ്ഞിട്ട്. അന്ന് എന്നെപ്പോലത്തെ അഭിനയമോഹികളൊക്കെ ധാരാളം പെട്ടുപോയി, ഞാനും പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ പൈസ ഇതുവരെ കൊടുക്കേണ്ട അവസ്ഥ വന്നില്ല. പൈസ കൊടുക്കേണ്ട ഘട്ടം വരെ എത്തിയിരുന്നു. 50,000 റുപ്പീസ് നിങ്ങൾ ആ ഘട്ടം വരെ എത്തിയിരുന്നു. പിന്നെ എന്റെ വൈഫ് എന്നെ സഹായിച്ചില്ല, പറയാലോ. വൈഫിന് എന്താ വെച്ചാൽ കൂടുതൽ നല്ല ഒരു ചിന്താശേഷി കുറച്ച് കൂടുതൽ കൊടുത്തത് വൈഫ്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആലോചിക്കും. ദാസേട്ടങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. ആ കാലത്തേക്ക് വൈഫ് ധാരാളം എന്നെ സഹായിച്ചിട്ടുണ്ട്, ധാരാളം. അപ്പം അങ്ങനെ വരെ പെട്ടുപോയിട്ടില്ല. പക്ഷെ ഓരോരുത്തരുടെ വർത്തമാനത്തിൽ നമ്മൾ വിശ്വസിച്ച് പോയിട്ടുണ്ട് പല കേസുകളൊക്കെ. പക്ഷെ ഇപ്പം പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല.